മുത്തശ്ശൻ സ്വാതിയോട് സംസാരിക്കുമ്പോൾ ഒരു കരുതൽ വേണേ. എൻ്റെ ഒരു അപേക്ഷയാ. എന്താ നീ അങ്ങനെ പറയാ? മുത്തശ്ശൻ എനിക്ക് വിശ്വാസം പോരാ. സഞ്ജു ലച്ചുവിന്റെ ഭർത്താവെന്ന് പറയാൻ മുത്തശ്ശൻ ഒട്ടും മടിക്കില്ല. അത് തന്നെയാ. അവര് വരട്ടെ. ലച്ചുവിന്റെ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നെങ്കിൽ ഞാനൊന്നും പറയില്ല. ദൈവമേ, അല്ലെങ്കിൽ മുത്തശ്ശൻ പറയുന്നാണോ? അല്ലാതെ മറ്റെന്ത് പ്രതിവിധിയാണുള്ളത് ഞാൻ നോക്കിയിട്ട്? ഏത് നേരത്തെ ദൈവമേ എനിക്ക് ആ രഹസ്യം മുത്തശ്ശനോട് പറയാൻ തോന്നിയത്? അപ്പോ സത്യം അറിയാതെ എന്നെ കൊണ്ട് ചികിത്സിപ്പിക്കാനാണോ നീ നോക്കിയത്? വഞ്ചക. രോഗം അറിയണമെങ്കിൽ രോഗിയുടെ മനസ്സും അറിയണമെന്ന് എന്റെ കൂടെ വന്നിട്ട് നീ ഇതുവരെ പഠിച്ചില്ലേ? എന്തിനും അവര് നാളെ വരട്ടെ. ലച്ചുവിനെ കണ്ടിട്ട് എന്ത് വേണം തീരുമാനിക്കാം. ശരി മുത്തശ്ശ. മുത്തശ്ശന്റെ മനസ്സിലുള്ള ലച്ചുവിന് സഞ്ജുവിനെ ഭർത്താവായിട്ട് കിട്ടണം തന്നെയാ. നാളെ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു ഈശ്വരനെ അറിയൂ. ഈ ഷർട്ട് സഞ്ജുവേട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോ സഞ്ജുവേട്ടനെ കാണാൻ നല്ല രസമാ. റോസാപ്പൂല്ലേ, നല്ല പനിനീർ റോസ്, അതിന്റെ കളർ ഷർട്ടും സഞ്ജുവേട്ടന് നന്നായിട്ട് ചേരും. ഇനി ഡ്രസ് വാങ്ങാൻ പോകുമ്പോഴേ ഞാനും കൂടെ വരാം. സഞ്ജുവേട്ടന്റെ ഡ്രസ്സ് ഞാൻ എടുത്തു തരാം. അപ്പൊ ശ്രീകുട്ടി ചേച്ചി ഒപ്പം വന്നോട്ടോ. ശ്രീകുട്ടി ചേച്ചിക്ക് നല്ല ചുരിദാർ ഞാൻ എടുത്തു തരാം. എപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്താൽ എങ്ങനെയാ എവിടെയെങ്കിലും ഒന്ന് നിർത്തുന്നേ? സ്ഥലമൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് മെല്ലെ പോവാം. സഞ്ജുട്ടൻ അറിയോ, പണ്ടേ നന്ദുട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയുടെ രാജകുമാരൻ ചേച്ചിയെ കൊണ്ടുപോകുന്ന കാറില് അവനെ കൂടി കൊണ്ടുപോകുമെന്ന്. ഇതെന്റെ രാജകുമാരനാ, ശരിക്കും എന്റെ രാജകുമാരൻ. ലച്ചു, നേരെ ഇരിക്ക, ഞാൻ ഡ്രൈവ് ചെയ്യല്ലേ. ലച്ചുവിന് പെരുവണ്ണാപുരം അറിയില്ലേ? അവിടെ സിദ്ധിമുത്തി, പിന്നെ മനയിലെ ഭദ്രമൂസ്. ആ, പെരുവണ്ണാപുരം എനിക്കറിയാം. പെരുവണ്ണാപുരം അവിടെ ഒരു പുഴയുണ്ടേ, അതിൽ നീന്തി തുടിച്ചു കുളിക്കാൻ എന്ത് രസാന്നറിയോ? ആ പുഴയ്ക്ക് അക്കരെയാണ് ഭദ്രമൂസിന്റെ മന. എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുമുണ്ട്. ഈ യാത്ര കൊണ്ട് ഗുണമുണ്ടാവുന്ന തോന്നുന്നേ. ആ, സിദ്ധിമുത്തി എനിക്കറിയാം. നമ്മൾ ഇന്ന് അവരെയൊക്കെ കാണുമോ? ആ, ഭദ്രമൂസിനെ കാണും. തിരിച്ചു വരുമ്പോ നമുക്ക് ആ പുഴയിൽ കുളിക്കണം കേട്ടോ. എനിക്ക് പുഴയിൽ നീന്താനും മുങ്ങാൻ കൂടി ഇടാനും ഒക്കെ അറിയാം. ശ്രീകുട്ടി ചേച്ചി ഞാനതെല്ലാം പഠിപ്പിക്കാട്ടോ. ശരി, നമ്മൾ അവിടെ ചെല്ലട്ടെ. എനിക്ക് പെരുവണ്ണാപുരം കാണാൻ കൊതിയാവുക. ലച്ചുവിനിപ്പോ കുറേശ്ശെ മാറ്റം തോന്നുന്നു. പഴയ പല ഓർമ്മകളും തിരിച്ചു കിട്ടുന്ന പോലെ.
ഇത് ശുഭലക്ഷണമാണല്ലോ ഈശ്വര. അമ്മു ഇറങ്ങുന്നില്ലേ? ഇറങ്ങി വാ അമ്മു. എന്താ, നിനക്ക് ഈ സ്ഥലം മനസ്സിലായോ? അമ്മുന് എന്താ തോന്നുന്നേ? ഇവിടം ശരിക്കും പരിചയമുണ്ടോ? എനിക്കറിയാം. ഈശ്വര, അമ്മു ഇവിടെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല ലക്ഷണമാണല്ലോ. ഇവിടെ എനിക്കറിയാം, ഞാനിവിടെ വന്നിട്ടുണ്ട്. ലച്ചു എന്നാ പറ, ഏതേ സ്ഥലം? ഈ സഞ്ജോട്ടിന്റെ ഒരു കാര്യം എനിക്കിവിടെ പിന്നെ അറിയില്ലേ? ഇത് മനയല്ലേ? ഏത് മന? ആരുടെ മനയാന്ന് പറ. തിരുമേനിയുടെ, ഭദ്രമൂസ് തിരുമേനിയുടെ മന. എനിക്കിവിടെ എല്ലാം അറിയാം. ദാ അവിടെയാ പ്രാർത്ഥനാ മുറി. സഞ്ജുട്ടൻ വന്നേ, ഞാനിവിടെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരാം. ഇവിടെ എനിക്ക് അറിയാം. വാ സഞ്ജുട്ടാ. അമ്മു ഈ സ്ഥലം തിരിച്ചറിഞ്ഞത് തന്നെ നല്ല ലക്ഷണോ. അമ്മുനിനി ബാക്കി ഓർമ്മ കൂടെ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഈശ്വര കാത്തോളണേ. സ്വാതി, നിങ്ങൾ നേരത്തെ എത്തിയായിരുന്നോ? ഇല്ല, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് ലച്ചു എവിടെ? അമ്മു സഞ്ജുനെയും കുട്ടി അകത്ത് പോയിരിക്കോ? എവിടേക്കാ? മുത്തശ്ശന്റെ അടുത്തേക്കോ? അതല്ലേ ഭാഗ്യം പറയുന്നേ. അമ്മു ഈ മനയും ഇവിടെ എല്ലാം തിരിച്ചറിഞ്ഞു. ദേ, സഞ്ജുവിന് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോയിരിക്കോ? സത്യമാണോ? ശരിക്കും ലച്ചുന് ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഇതൊരു ശുഭസൂചനയായിട്ട് എനിക്ക് തോന്നുന്നേ. ഭദ്രമൂസ് തിരുമേനിയുടെ മനയെ ഇതെന്ന് അവൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി. ഇനി അമ്മൂന് നഷ്ടപ്പെട്ട എല്ലാ ഓർമ്മകളും തിരിച്ചു കിട്ടും. അപ്പോ ലച്ചു എന്നെയും തിരിച്ചറിയോ അല്ലേ? അതിന് ചാൻസ് കൂടുതലാ. ഇവിടെ എത്തിയപ്പോ മുതല് അവൾക്ക് നല്ല മാറ്റമുണ്ട്. എന്നാ ഞാൻ ലച്ചുനൊന്ന് കാണട്ടെ. എല്ലാം
എല്ലാം ശുഭമാക്കി തരണേ. ഇവിടുന്ന് പോകുമ്പോ ആ പഴയ അമ്മൂനെ എനിക്ക് തിരിച്ചു തരണേ ഈശ്വര. ആ സഞ്ജുട്ടാ, ദാ നോക്കി, അവിടെ ഞാൻ പറഞ്ഞ പൂജാമുറി. ഓക്കെ ഓക്കെ കണ്ടു. ആ എന്നാ നമുക്കിനി തിരുമേനിയെ കാണാം. ഓ കാണല്ലോ. മൂസ് തിരുമേനിക്ക് ഇനി വലിയ കാര്യമായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ ദാ നോക്കി, അതാ അവിടെ ചികിത്സാ മുറി. വന്നേ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. വാ. ആ ലച്ചു, അതാരാ വരുന്നെന്ന് നോക്കി. ഇത് ആരാന്ന് ലച്ചുവിന് മനസ്സിലായോ? ലച്ചുന് എന്നെ മനസ്സിലായില്ലേ? ഈ മന അമ്മൂന് മനസ്സിലായി. ഇവിടെയുള്ള എല്ലാരെയും അമ്മൂന് നന്നായിട്ട് അറിയാം. തിരുമേനിയും മറന്നിട്ടില്ല. അപ്പോ ഇതാരാണെന്നും അറിയാം അല്ലേ അമ്മു? ആ അറിയാം. നിങ്ങള് സഞ്ജുട്ടിന്റെ ഫ്രണ്ട് അല്ലേ? അന്ന് കല്യാണത്തിന് വന്നതല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ? എടോ, ഇത് ഗോവിന്ദ, ഡോക്ടർ ഗോവിന്ദ. നിനക്ക് ഇയാളെ നന്നായിട്ട് അറിയാം. ഓർത്തു നോക്കിയേ. ഓ, അപ്പൊ ഡോക്ടറാണല്ലേ? അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഏത് ഹോസ്പിറ്റലിലെ ഡോക്ടറാ? എന്താ ഡോക്ടറൊന്നും മിണ്ടാത്തെ? ലക്ഷ്മിക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? ലച്ചു അല്ലേ പറഞ്ഞത് ഭദ്രമൂസ് തിരുമേനി അറിയാന്ന്? ആ ശരിയാ, എനിക്കറിയാം. ഭദ്രമൂസ് തിരുമേനി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കണ്ടിട്ട് ലക്ഷ്മി തിരിച്ചറിയുന്നില്ല? ഇവിടെ എല്ലാം എനിക്കറിയാം, പക്ഷേ ഞാൻ തിരുമേനിയെ കണ്ടിട്ടില്ലല്ലോ. സാരമില്ല, ലക്ഷ്മി അകത്തേക്ക് ചെല്ലു. ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടെന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാലോ? ആ അത് ശരിയാ, ഇടയ്ക്ക് നല്ല തലവേദനയുണ്ട്. ചില സമയത്ത് വേദന സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയാ. എന്നാൽ അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് നോക്കിയാലോ? ആ നോക്കാം. എന്നാ വന്നോളൂ. സഞ്ജുട്ടാ പോവാം, വാ.
ആ പച്ചിലക്കൂട്ടിങ് എടുത്തിട്ട് വരൂ. ഓ ശരി. ലക്ഷ്മിയുടെ തലവേദന മാറാൻ ഞാൻ കുറച്ച് പച്ചില മരുന്ന് തേച്ച് തരാൻ പോവുകയാണ്. നിങ്ങൾ ഔഷധപ്പുരയിലേക്ക് പൊയ്ക്കോളൂ. ശരി തിരുമേനി. നന്നായി ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ. ദേവി, എന്റെ തലവേദന മാറ്റി തരണേ. ഇപ്പൊ നല്ല കുളിർമ തോന്നുന്നുണ്ടോ? നല്ല സുഖം, ഉറക്കം വരുന്നത് പോലെ. എന്നാൽ ഉറങ്ങിക്കോളൂ. ലക്ഷ്മി ഇപ്പോൾ അഗാധമായ നിദ്രയിലാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഞാൻ ചോദിക്കുന്നതിനെല്ലാം ലക്ഷ്മി സത്യസന്ധമായി മറുപടി പറയും, ഇല്ലേ? അതെ. ലക്ഷ്മി എവിടെയാ ജനിച്ചു വളർന്നത്? ലക്ഷ്മിക്ക് ആരൊക്കെയാ ബന്ധുക്കളായിട്ടുള്ളത്? ഓർമ്മയുള്ളതെല്ലാം പറഞ്ഞോളൂ. അത് ആ പറഞ്ഞോളൂ. പെരുവണ്ണാപുരത്ത് ഞാൻ ജനിച്ചേ. അവിടെ പിന്നെന്താ സംഭവിച്ചത്? പറഞ്ഞോളൂ. അത് പറഞ്ഞോളൂ. അയ്യോ, എന്റെ തല, എന്റെ തല. സാരമില്ല, കിടന്നോളൂ, ഉറങ്ങിക്കോളൂ.
ദാ മുത്തശ്ശൻ വരുന്നു. തിരുമേനി, അമ്മുനെ പരിശോധിച്ചോ? നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടോ? തിരുമേനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ലച്ചു എന്താ പറയുന്ന? എന്താ മുത്തശ്ശ? മുത്തശ്ശൻ എന്താ ഒന്നും പറയാത്തെ?